അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലേ ഒരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളമശ്ശേരി സംറയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങളത് ആ സംറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സെറ്റിങ്സാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 11:45 കല്യാണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 11:45 നിക്കാഹ് തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ വേഗം പോവുകയാണേ. അപ്പോൾ അതിൻ്റെ അകത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ആണുങ്ങളെല്ലാവരും, പിന്നെ പുതിയാപ്പിള, പുതിയണ്ണിൻ്റെ വാപ്പ എല്ലാവരും സ്റ്റേജിലുണ്ട്. അപ്പോൾ നിക്കാഹ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഫുഡുകളുടെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. ഇത് സാലഡ്സ് വെച്ചിട്ടുള്ള ഒരു ടേബിളാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഏത് കാറ്ററിംഗ് ആണെന്നുള്ളതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ലല്ലോ. കണ്ടപ്പോൾ കൗതുകം തോന്നി, അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കാണിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. അതായത് ഇത് സാലഡ് മാത്രമുള്ള ടേബിളാണ്. അതുപോലെ തന്നെ എല്ലാ ഫുഡും നമ്മൾ അപ്പുറത്തെ ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ കാണാനും നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അറേബ്യൻ സ്റ്റൈലിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണമാണ്. ആ ഒരു ഫാമിലി ആയിട്ട് ഖത്തറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടച്ച് വന്നിട്ടുണ്ട് കല്യാണത്തിന്. ഒരു അറേബ്യൻ സ്റ്റൈൽ ഫുഡ് കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. കണ്ടപ്പോഴത്തേക്കും നമ്മൾ ടി വിയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ അറേബ്യൻ ഫുഡ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോളും നല്ല അടിപൊളി ഹോളാട്ടോ. സംറയാണ് കേട്ടോ, കളമശ്ശേരി സംറ. ഇങ്ങനെ എല്ലാ ടേബിളിലും ഫ്രഷ് ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ മണവാട്ടി സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. നിക്കാഹ് കഴിഞ്ഞു. മണവാട്ടിയാണെങ്കിലും നല്ല മെലിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങി നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളി മണവാട്ടി. അപ്പോൾ ദാ പോവാണ്. നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റ് വരണോണ്ടാണ് പാട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഇതാ നമ്മുടെ കമൽ സാർ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻ്റെ മോൻ്റെയാണെന്ന് പറഞ്ഞില്ലേ കല്യാണം. കസിൻ്റെ മൂത്ത മോൻ കെട്ടിയേക്കണത് കമൽ സാറിൻ്റെ റിലേഷനിലുള്ള ഒരു കുട്ടീനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൽ സാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെഡ്ഡിങ്ങിന്. വേറെയും ഫിലിം സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലേ അവരെയൊക്കെ ഉൾപ്പെടുത്താതിരുന്നത് വെച്ചിട്ട് ലോങ്ങിലാവുമ്പോഴേ. അപ്പോൾ ദാ സാറിൻ്റെ പുറയിൽ നിൽക്കണ പച്ച ഡ്രസ്സ് ഇട്ട ആ പെൺകുട്ടിയുണ്ട്, അതാണ് മൂത്ത മോൻ്റെ ഭാര്യ. അവളുടെ മാമയാണ് കമൽ സാറ്. അപ്പോൾ ദാ അവിടെ ഭയങ്കര തിരക്കാണ്. സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, ഫിലിം സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിന് ഗ്രീൻ കളറായിരുന്നു തീമെന്ന് പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരും ഗ്രീൻ കളർ തന്നെയാണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫാമിലിയിലുള്ളവരും പിന്നെ ഞങ്ങൾ കസിൻസ് കുറേ പേരും ഗ്രീൻ കളറാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമൽ സാറിൻ്റെ പുറകിൽ നിന്നിട്ട് എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. മണവാളിനും മണവാട്ടിയും. ഈ മണവാളിനും ഫിലിം ഫീൽഡിലുള്ളതാണ് കേട്ടോ. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടറോ അങ്ങനെ എന്തൊക്കെയോ ആണ്. എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് പറയാനറിയില്ല. അങ്ങനെ അപ്പോൾ ഇതാ കണ്ടോ, പച്ചസാരിയൊക്കെ കൊടുത്ത് ഉമ്മച്ചിയുടെ സിസ്റ്റേഴ്സും എല്ലാവരും അവിടെയൊക്കെ തന്നെയുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടെ, ഇവരെയൊക്കെ എടുത്ത് കാണിച്ചു തരാം. അവരെല്ലാവരും പച്ച സാരികളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പച്ചമയം, എല്ലാവർക്കും ഒലിവ് ഗ്രീൻ കളറിനോടായിരുന്നു നല്ല കളർ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു കളറ് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. ഫാമിലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. നമ്മുടെ ഫാമിലിയിൽ ഒരു പരിപാടി വരുമ്പോൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതാ മണവാളനും മണവാട്ടിയും താഴേക്ക് ഇറങ്ങിയത്. ഇതാണ് പുതിയാപ്പിളേൻ്റെ ഉമ്മ, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മോള്, കസിൻ എന്ന് പറഞ്ഞില്ലേ അത്. അപ്പോൾ ഫോട്ടോ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നതാണ് സ്റ്റേജിൽ നിന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മച്ചി, അതുപോലെ ഉമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി, ഉമ്മച്ചിയുടെ അനിയത്തിമാർ, അവരാണ് ഈ 4 പേര്. പച്ചസാരിയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് അമ്മായിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായില്ലേ? സിയാമോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിയാമോളുടെ അഡ്രസ്സ് ഇട്ടിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നിഴൽ വരണുണ്ടായിരുന്നു. നിഴൽ ആ മുല്ലപ്പൂ അവിടെ തുങ്ങിക്കിടന്നിട്ടേ അതൊന്നും മാറ്റിയിട്ട് അവളുടെ ഫോട്ടോ എടുക്കാനായിട്ട് അവളുടെ ഡ്രസ്സ് ഞാൻ സത്യത്തിലൊന്ന് കാണിച്ചു തരാം.
കൂട്ടത്തിൽ ഞങ്ങളുടെ ഡ്രസ്സും കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ ആങ്ങളയുടെ ഏറ്റവും ഇളയ മോനാണ് കേട്ടോ. അതായത് അവർക്ക് 3 മക്കളാണ്. മൂത്തയാൾ ഷെഹസാദ്, അവൻ ഇല്ല ഫോട്ടോയിലൊന്നും. ഇത് നോക്കി അവളുടെ ഡ്രസ്സ് അവൾ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൾ വിരിച്ചൊക്കെ പിടിച്ചേക്കാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷനും അവളുടെ ഡ്രസ്സും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. സ്കേർട്ട് പലാസോ തയ്ച്ചതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പൊക്കെ ഇട്ടപ്പോൾ നല്ല പാർട്ടി വെയർ ഡ്രസ്സായി. അവളാണെങ്കിൽ അടങ്ങിയിരിക്കണമില്ല, കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ എല്ലാം കറങ്ങി കാണിക്കുക. ഇത് നാത്തൂനാണ് കേട്ടോ. അവൾ കറങ്ങണുണ്ട്. അപ്പോൾ നാത്തൂന് ഇപ്പുറത്ത് നിന്ന് കറങ്ങിയതാണ്. നാത്തൂൻ്റെ ഡ്രസ്സ് തയ്ച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അതാ എന്നെ കണ്ടോ, ഞാനും ആ ഒരു പച്ച ഡ്രസ്സ് തയ്ച്ച, അതിന് ഞാൻ സ്കേർട്ട് പലാസോ ആണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അത് ഞാൻ മെറ്റീരിയൽ വേറെ വാങ്ങിച്ചിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുൾ സൈസ് ഒരു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് സിയാമോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ നിന്നിട്ട് ഞങ്ങളുടെ ആ ഒരു, പിന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അനിയത്തിയുടെ കൊച്ചിന് പനിയായിട്ട് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, എല്ലാവരും പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടെ ഫുൾ ഫാമിലി നിന്നിട്ടുള്ളൊരു ഫോട്ടോയാണിത്. ഫോട്ടോയല്ല, വീഡിയോ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളും അവരുടെ ഭാര്യമാരും പേരക്കുട്ടികളും പാട്ടക്കുട്ടികളും എല്ലാം കൂടെ. അപ്പോൾ അത് സിയാമോളുടെ ഉമ്മച്ചിയും കൂടെ നിന്നിട്ട് ഇരുന്നപ്പോൾ ഞാൻ വന്ന് എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച ഡ്രസ്സുകൾ. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരണേ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കല്യാണ വിശേഷങ്ങൾ. അടിപൊളിയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ടായിരുന്നു. ഇത് വേറൊരു കസിനും ഭാര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് നമ്മൾ തയ്ച്ച ഡ്രസ്സുകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഇങ്ങനെയുള്ള ഫാമിലി ഫംഗ്ഷനൊക്കെ ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത ആഴ്ച ഇവിടെ വെച്ച് തന്നെ കസിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതും ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ശരിക്കും ഈ ഡ്രസ്സുകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തത്. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ വിശേഷമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, താങ്ക്